ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. എന്തായാലും 2 കല്യാണം ഒരുമിച്ച് നടത്താലോ. ഏട്ടൻ നിൽക്കെ അനിയൻ കെട്ടി എന്നുള്ള പറച്ചിൽ ഒഴിവായി കിട്ടും. അതെ അതെ, എല്ലാം ഈശ്വരാനുഗ്രഹം. കല്യാണം തീരുമാനിച്ചു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ അഭിപ്രായം പറയും. ഞങ്ങൾ എന്ത് പറയാനാ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല. ബാലന്റെ പെൺകുട്ടിയുടെ വീട്ടുകാരോടും ഇത് തന്നെയാ പറഞ്ഞത്. അതെ, ചായ എടുത്തു. ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി സംസാരം. ആയിക്കോട്ടെ. കഴിക്കും. കഴിക്കാം. എന്റെ മോളാ, രവിയുടെ ഇളയ അനിയത്തി. ഓഹോ, അത് ശരി. തലയ്ക്ക് വെളിവില്ലാത്ത ഒരെണ്ണത്തിനെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് സംബന്ധം ആലോചിക്കണേ അല്ലേ? നടക്കത്തില്ല. കള്ളത്തരം മാത്രം മാണിക്യമംഗലത്തേരോട് നടക്കത്തില്ല. അയ്യോ, മോളുടെ കാര്യം മതികലയുടെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിരുന്നതാ. ഓഹോ, അപ്പൊ നിങ്ങളാണ് കള്ളത്തരത്തിന് വേലി കെട്ടിയതല്ലേ? ദൈവമായിട്ടാ ഇതിപ്പോ എന്റെ മുമ്പിൽ പൊളിച്ചു തന്നത്. ഇല്ല, ഇത് നടക്കത്തില്ല. ഈ കല്യാണം നടക്കത്തില്ല. എന്ത് കണ്ടോണ്ടിരിക്ക? വാ പോവാം. വാ, നമുക്ക് പോയേക്കാം. ജലജ, നീ ഒന്ന് അടങ്ങ്. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? ആ കുട്ടിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ? നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങളുടെ നോട്ടത്തിൽ ഇതൊരു പ്രശ്നമല്ല. തലയ്ക്ക് വെളിവില്ലാത്ത ഇത്തരം പറഞ്ഞുള്ള വീട്ടിലേക്ക് എന്റെ പെങ്കൊച്ചിനെ ഞാൻ എങ്ങനെ ഊരുറപ്പിച്ച് പറഞ്ഞു വിടും? പറ, നിങ്ങൾ പറ. നിങ്ങൾ പോലും മറച്ചു വെച്ചില്ലേ ഇത്? ജലജ പറഞ്ഞതാ ശരി. നമ്മുടെ കൊച്ചിന് മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ഇവിടെ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഈ പെണ്ണ് തോക്കെടുത്ത് വെടിവെക്കില്ല എന്ന് ആര് കണ്ടു? അതെ അച്ഛാ, എന്തെങ്കിലും പറഞ്ഞവരെ തിരികെ വിളിക്കുക. ഇതിപ്പോ കുട്ടിമണിയുടെ അഹങ്കാരമല്ലേ? ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒന്നിനും ഞാനുണ്ടാവില്ല. അച്ഛാ, നമുക്ക് അവരോടും സംസാരിച്ചു നോക്കാം. ചിലപ്പോ നമ്മൾ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ കാണും. അച്ഛൻ ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഇരുന്നോണം, അനങ്ങി പോവരുത്. അനങ്ങിയാ ഞാൻ പോലീസിനെ വിളിക്കും. മിണ്ടാതെ കിടക്കില്ല അവിടെ. ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പുന്നാരിച്ച് പെണ്ണിനെ. എല്ലാരും ക്ഷമിക്കണം. എന്റെ മോള് അവളൊരു വയ്യാത്ത കുട്ടിയാ. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. കുട്ടിമണി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ദയവേത് നിങ്ങൾ പിണങ്ങി പോകരുത്. നിങ്ങൾ എങ്ങനെ അതിനെ നോക്കുന്ന പറയുന്നേ? പിടിച്ചു പൂട്ടിടോ?
വേണ്ടി വന്നാൽ അതും ചെയ്യാം. അവളുടെ പേരിൽ ഈ കല്യാണം മുടങ്ങരുത്. എന്റെ കൊച്ചു ചെയ്ത തെറ്റിന് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാൽ പിടിച്ച് മാപ്പിയോ. എന്താ കുറിപ്പ് ഇത്? കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ജലജ ഇത്തിരി മുൻകോപക്കാരിയാ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് ആരും പിണങ്ങി പോകുന്നുമില്ല, കല്യാണം വേണ്ടെന്ന് വെക്കുന്നുമില്ല. എങ്കിൽ ഒരു നമുക്ക് അകത്തേക്കിരിക്കാം. വേണ്ട, എന്തായാലും ഞങ്ങൾ ഇറങ്ങിയതല്ലേ, ഇനി തിരിച്ചു കയറുന്നില്ല. രവി ഒന്ന് വിളിക്കാം. രവി ഒന്നിങ്ങ് വന്നേ.